അവസാനം അയാൾ ഇങ്ങനെയും പറഞ്ഞു, ഈ ഒരു കുപ്പായം ഇട്ട നിന്നെ ഇനിയിപ്പോ ഈ ഒരു കുപ്പായം ഇട്ടതിനാല് ഇനിയിപ്പോ അഴാവിൽ എന്റെ തറവാട് അഴാവിലാണ്, അപ്പൊ അവിടുത്തെ ഉത്സവത്തിന് ജീവനോടെ ഉണ്ടെങ്കിൽ കാണാം. കൊല്ലാൻ ആളാക്കിയിട്ടുണ്ടോന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. സംഘപരിവാർ ശക്തികളുടെ സൈബർ ബുള്ളിങ്ങിന് ഇരയായ ഒരു സഹോദരിയുടെ ഒരു വീഡിയോ ഞാൻ കാണാൻ വേണ്ടി ഇടയായി. എനിക്ക് വളരെ സങ്കടം തോന്നി എന്നുള്ളതാണ്. ആ സഹോദരി അവരുടെ ജോലി സന്നദ്ധാർത്ഥം അവർ ദുബായിലാണ് വർക്ക് ചെയ്യുന്നത്. അവരുടെ ജോലിയുമായി ബന്ധപ്പെട്ട ദുബായ് ദേശീയ ദിനത്തോടനുബന്ധിച്ച് പരിപാടിയിൽ പങ്കെടുക്കാൻ പോയ സമയത്ത് ആ സഹോദരി ധരിച്ചത് ഫർദയായിരുന്നു. ആ സഹോദരിയുടെ പേര് ആൻസി പാർവതി എന്നാണ്. ആ സഹോദരിയും അവരുടെ മകളും ആ ഒരു വേഷം ധരിച്ചതിന് ശേഷം ആ ഫോട്ടോ എടുക്കുകയും ആ ഫോട്ടോ FBയിൽ പങ്കുവെക്കുകയും ചെയ്തു. അതാണ് ആ സഹോദരി ചെയ്ത ഏറ്റവും വലിയ തെറ്റ് എന്ന് പറഞ്ഞ് സംഘപരിവാർ ശക്തികൾ വലിയ രീതിയിൽ അവർക്കെതിരെ ആക്രമണങ്ങൾ അയച്ചുവിടുന്നതാണ് കണ്ടത്. അതിൽ ഒരുപാട് സംഘികൾക്ക് കുരു പൊട്ടുകയും ചെയ്തു. എന്നാൽ ഒരുപാട് കുരുപൊട്ടിയ ഒരു സംഘിയാണ് ഈ പോസ്റ്റിന് താഴെ വളരെ വൃത്തികെട്ട ഒരു കമൻറ്റ് എഴുതിയത് എന്നാണ്. അദ്ദേഹത്തിൻ്റെ പേര് ദേവേട്ടൻ SK എന്നാണ്. ശരിക്ക് ദേവേട്ടൻ SK എന്നല്ല അദ്ദേഹത്തെ വിളിക്കേണ്ടത്, OMKV എന്നാണ്. ഓടി മലരെ കണ്ടം വൈ എന്ന് ശരിക്കും അദ്ദേഹത്തോട് പറയാൻ എനിക്ക് തോന്നി. കാരണം അത്രയും മതസൗഹാർദ്ദത്തിൻ്റെമായ നമ്മുടെ കേരളവും അതുപോലെ തന്നെ ദുബൈയും തമ്മിലുള്ള അഭേദ്യമായ ബന്ധത്തെക്കുറിച്ച് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. കാരണം നമ്മുടെ സമ്പദ് വ്യവസ്ഥയുടെ വലിയ ഒരു പങ്ക് എന്ന് പറയുന്നത് നമ്മുടെ പ്രവാസികളുടെ കഠിനാധ്വാനത്തിൻ്റെ ഫലമാണ് എന്ന് നമ്മുടെ മുഖ്യമന്ത്രിമാർ ഉൾപ്പെടെ അല്ലെങ്കിൽ പ്രധാനമന്ത്രിമാർ ഉൾപ്പെടെ എല്ലാവരും പറഞ്ഞ് കേട്ടിട്ടുണ്ട്. നമ്മളെല്ലാവരും അത്തരത്തിൽപ്പെട്ട ഒരു രാജ്യത്തിൻ്റെ ദേശീയ ദിനത്തോടനുബന്ധിച്ച് അതിൽ പങ്കെടുക്കുന്നതിന് ഒരു വസ്ത്രം ധരിച്ചു എന്നതിൻ്റെ പേരിൽ വളരെ വൃത്തികെട്ട ഒരു കമൻ്റാണ് ഈ വൃത്തികെട്ട ദേവൻ എന്ന് പറയുന്ന മനുഷ്യൻ അവരുടെ പോസ്റ്റിന് താഴെ കുറിച്ചത് എന്നാണ്. എന്താണ് ആ കമൻറ്റ് എന്നല്ലേ, കാക്ക കൊത്തിയോ എന്നാണ് അവർ സംശയമായിട്ട് ഈ സ്ത്രീയോട് ചോദിച്ചത്. അതിന് വളരെ നല്ല കണ്ണടപ്പിക്കുന്ന മറുപടി തീർച്ചയായിട്ടും നമ്മുടെ ആൻസി പാർവതി എന്ന് പറയുന്ന സ്ത്രീ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഈ ദേവേട്ടനൊന്നും ഇതിലൊന്നും മറുപടി ഒതുങ്ങുന്നില്ല. അദ്ദേഹം അതിൻ്റെ താഴെ വേറെയും കാര്യങ്ങൾ പറയുന്നുണ്ട്. കാവിലെ ഉത്സവത്തിന് ജീവനുണ്ടെങ്കിൽ കാണാമെന്ന രീതിയിൽ വരെ അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. വളരെ സങ്കടം തോന്നി. കാരണം നമ്മുടെ ഒരു സഹോദരിയാണ്. അവരുടെ മതത്തിനെയോ അല്ലെങ്കിൽ അവരുടെ ജാതിയെയോ മാനിക്കാത്ത ഒന്നും തന്നെ ആ സ്ത്രീ ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. ആകെ ഒരു ഡ്രസ്സ് ധരിച്ചു എന്നുള്ള ഒരു ഡ്രസ് കോഡ് ധരിച്ചു എന്നുള്ള ഒരു തെറ്റ് മാത്രമേ ചെയ്തിട്ടുള്ളൂ. അത് അവരുടെ FBയിൽ അത് പങ്കുവെക്കുകയും ചെയ്തു. വളരെ ശക്തമായ രീതിയിൽ അവർക്കുള്ള മറുപടിയുമായിട്ട് തീർച്ചയായിട്ടും ആ സഹോദരി അവരുടെ ലൈവിൽ വരുന്നത് നമ്മൾ കണ്ടു. തീർച്ചയായിട്ടും എന്താണ് ആ സഹോദരി പറഞ്ഞത് എന്ന് നമുക്ക് കേൾക്കാം. കുറച്ചധികം വിഷമത്തോടു കൂടിയാണ് ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് കേട്ടോ. സത്യം പറഞ്ഞാൽ ഇതുപോലൊരു വീഡിയോ ചെയ്യണമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചതല്ല. പക്ഷേ ചില ആളുകൾ നമ്മളെ കൊണ്ട് നമ്മൾ പോലും അറിയാതെ പലതും ചെയ്യിക്കും എന്ന് പറയുന്നത് സത്യമാണ്. അപ്പോൾ ഇന്നലെ UAEയുടെ 54th നാഷണൽ ഡേ ആയിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് നമ്മളൊരു പോസ്റ്റ് ഇട്ടു. ഞാനും എൻ്റെ മോളും കൂടെ അബായിട്ട് നിൽക്കുന്ന ഒരു ഫോട്ടോ. കുറേ ആളുകൾ പോസിറ്റീവായിട്ട് കമൻറ്റ് ഇട്ടു, കുറച്ച് ആളുകൾ നെഗറ്റീവായിട്ട് കമൻറ്റ് ഇട്ടു. അതിൽ വന്ന ഒരു കമൻറ്റ് വളരെ കാലമായിട്ട് എൻ്റെ ഫ്രണ്ട് ലിസ്റ്റിലുള്ള ദേവേട്ടൻ SKP എന്ന് പറയുന്ന വ്യക്തിയിൽ നിന്ന് വന്ന ഒരു കമൻറ്റാണ് ഇപ്പോൾ എന്നെ കൊണ്ട് ഈ ഒരു വീഡിയോ ചെയ്യിക്കുന്നത്. നിങ്ങൾക്കതിൽ നോക്കിയാൽ കാണാം. കാക്ക കുത്തിയോ എന്ന് ചോദിച്ചിട്ടാണ് അയാൾ ആ കമൻറ്റ് തുടങ്ങുന്നത്. അതിന് ബാക്കി ഞാൻ കൊടുത്ത മറുപടിക്ക് അനുസരിച്ചാണ് ബാക്കി ഭാഗങ്ങൾ വന്നത്. അതിൽ അവസാനം അയാൾ ഇങ്ങനെയും പറഞ്ഞു, ഈ ഒരു കുപ്പായം ഇട്ട നിന്നെ ഇനിയിപ്പോ ഈ ഒരു കുപ്പായം ഇട്ടതിനാല് ഇനിയിപ്പോ അഴാവിൽ എന്റെ തറവാട് അഴാവിലാണ്, അപ്പൊ അവിടുത്തെ ഉത്സവത്തിന് ജീവനോടെ ഉണ്ടെങ്കിൽ കാണാം. കൊല്ലാൻ ആളാക്കിയിട്ടുണ്ടോന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. എന്തായാലും ഇത്രയും വർഗീയവാദികൾ നമുക്കിടയിൽ തന്നെ ഉണ്ടല്ലോ എന്ന് ആലോചിക്കുമ്പോൾ, ഇവരൊക്കെ നമ്മുടെ ഫ്രണ്ട് ലിസ്റ്റിൽ ഇത്രയും കാലം ഉണ്ടായിരുന്നല്ലോ എന്ന് ആലോചിക്കുമ്പോൾ സത്യം പറഞ്ഞാൽ പേടിയാണ്. UAEയുടെ നാഷണൽ ഡേ എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തിന്റെ ഒരു ആഘോഷം പോലെ തന്നെയാണ്. നമ്മൾ സെലിബ്രേറ്റ് ചെയ്യും. ഇവിടുത്തെ ഒരു സംസ്കാരത്തിന്റെ ഭാഗമായിട്ട് ചിലപ്പോൾ അവരുടെ ഡ്രസ്സൊക്കെ നമ്മൾ ചിലപ്പോൾ ധരിച്ചു എന്ന് വരും. അതിലെന്താണ് ഇത്ര തെറ്റ്? അല്ലെങ്കിൽ ഈ കുപ്പായം എങ്ങനെയാണ് ഇത്രയും വെറുക്കപ്പെട്ട കുപ്പായമായി മാറിയത് ഇയാൾക്കൊക്കെ? ഇയാൾക്ക് മാത്രമല്ല, കുറെ പേര് അതിലുണ്ട് വേറെ. എന്റെ ഫ്രണ്ട് ലിസ്റ്റിൽ തന്നെ എത്രയോ ആളുകൾ, എന്റെ ഫ്രണ്ട് സർക്കിളിൽ എത്രയോ ആളുകൾ ഈ ഒരു ഡ്രസ്സ് ഇടുന്ന ആളുകളുണ്ട്. അവരൊക്കെ എന്താ വർഗീയവാദികളാണോ? ഇവിടുന്ന് ഈ ഒരു അറബ് രാഷ്ട്രത്തിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ടാണ് നമ്മുടെ ഇന്ത്യൻ സാമ്പത്തിക വ്യവസ്ഥ പോലും നിലനിന്ന് പോകുന്നത് എന്നുള്ളത് നിങ്ങൾക്കറിയാം. അപ്പൊ ഇവരുടെ കാശ് നിങ്ങൾക്ക് പറ്റും, പക്ഷെ ഇവരുടെ ഒരു ഡ്രസ്സ് നമ്മൾ ഇടാൻ പാടില്ല. ഇവരുടെ ഒരു ആഘോഷത്തിന് ഭാഗം നമ്മളാവുമ്പോൾ നമ്മൾ വർഗീയവാദികൾ അല്ലെങ്കിൽ എന്താ തീവ്രവാദികൾ. എന്തോന്നടേ ഇത് നമ്മുടെ നാട് ഇത്രയും വികസിച്ചു അല്ലെങ്കിൽ ഇത്രയും ഡെവലപ്ഡ് ആയി എന്നൊക്കെ പറയുമ്പോഴും ഇതുപോലുള്ള ആളുകളും ഇവരുടെ ഒരു മെന്റാലിറ്റി ഒന്നും മാറുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മൾ ചെറുപ്പം തൊട്ടേ പഠിച്ചു. ഞാൻ ഇന്നലെ ആ ക്യാപ്ഷൻ പോലും യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി എന്നാണ്, നാനാത്വത്തിൽ ഏകത്വം. നമ്മുടെ മനസ്സിലേക്ക് ഈ ജാതി മത ചിന്തകളൊക്കെ കടന്നുകൂടുന്നതിനും എത്രയോ കാലം മുന്നേ നമ്മൾ കേട്ടുപിടിച്ച വാക്കാണത്, നാനാത്വത്തിൽ ഏകത്വം എന്നുള്ളത്. അത് അതേപോലെ പിന്തുടരുന്ന ആളുകളുണ്ട്, അതല്ലാത്ത ആളുകളും ഒരുപാടുണ്ട്, മനുഷ്യരാണ്. പക്ഷെ ഇങ്ങനെയും വിഷം തുപ്പുന്ന ആളുകൾ നമുക്കിടയിൽ കാക്ക കൊത്തിയോ എന്നൊക്കെ ചോദിക്കുമ്പോൾ
ബോധമുള്ള ആൾക്ക് മനസ്സിലാവും എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത്. അയാളുടെ ഒരു സംസ്കാരം ചിലപ്പോൾ അങ്ങനെയായിരിക്കും. ഞാൻ ചിലപ്പോൾ നാളെ കൊന്ത ഇട്ടിട്ടും കുരിശ് പിടിച്ചിട്ടും ഒക്കെ ചിലപ്പോൾ ഫോട്ടോ ഇട്ടെന്ന് വരും. നമ്മുടെ മതത്തിൽ നിൽക്കുമ്പോൾ തന്നെ മറ്റുള്ള മതത്തിലെ ആചാരങ്ങൾ അവർക്ക് ദോഷമില്ലാത്ത രീതിയിൽ നമുക്ക് അനുഷ്ഠിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അത് ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിലെന്താത്ത തെറ്റ്? ഹിന്ദു ആയിട്ട് ജനിച്ചിട്ടുണ്ടെങ്കിൽ ഹിന്ദു ആയിട്ട് മരിക്കും എന്നുള്ള പൂർണ്ണ വിശ്വാസം എനിക്കുണ്ട്. ഏതായാലും ഇതിലും വലിയ ഒരു മറുപടി സ്വപ്നത്തിൽ മാത്രമേ നമ്മുടെ ദേവേട്ടന് ഇനി കിട്ടാനുള്ളൂ. തീർച്ചയായിട്ടും എല്ലാം കിട്ടി ബോധിച്ചു എന്ന് ഞാൻ മനസ്സിലാക്കിയാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഒരു നാനാത്വത്തിൽ ഏകത്വത്തിലൊക്കെ വിശ്വസിക്കുന്ന സഹോദരി പറഞ്ഞ പോലെ ഒരു രാജ്യത്താണ് നമ്മൾ താമസിക്കുന്നത്. ഇവിടെ എല്ലാ ജാതികളും, ഇന്ത്യനായാലും അതുപോലെ തന്നെ ക്രിസ്ത്യൻ ആയാലും അതുപോലെ തന്നെ മുസ്ലിം ആയാലും അതുപോലെ തന്നെ പാർസി ആയാലും ജൈനനായാലും എല്ലാവരും ഇടകലർന്ന ഒരു സംസ്കാരമാണ് നമുക്കുള്ളത്. നമുക്ക് എല്ലാ സംസ്കാരത്തെയും സ്വീകരിക്കാൻ വേണ്ടി ആവണം. തീർച്ചയായിട്ടും അത്തരം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, മറ്റൊരു അറബി രാജ്യത്ത് പോയി അവിടെ നിന്ന് ആ സ്ത്രീ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് വർക്ക് ചെയ്യുന്നതിനും പണം സമ്പാദിക്കുന്നതിനും യാതൊരു വിഷയവുമില്ല. അവരുടെ ഡ്രസ്സിനോട് മാത്രമാണോ നമുക്ക് ഒരു ഐറ്റം എന്ന് പറയുന്നത്? പിന്നെ ഫർദ എന്ന് പറയുന്നത് ഒരു കോമണായ ഒരു ഡ്രസ്സാണ്. അതിനെ ഒരു വർഗീയവൽക്കരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഈ സംഘപരിവാർ ശക്തികൾ മാത്രമാണ് ഭക്ഷണത്തിൻ്റെ കാര്യത്തിലും അതുപോലെ തന്നെ ഈ ഡ്രസ് കോഡിൻ്റെ കാര്യത്തിലും എല്ലാം വർഗീയത കണ്ടെത്തുന്നത് എന്നുള്ളത് വളരെ സങ്കടകരമായ കാര്യമാണ്. പക്ഷേ ഞാൻ എല്ലാവരെയും അടച്ച് ഒരിക്കലും ആക്ഷേപിക്കുന്നില്ല. ഇത്തരത്തിൽ പെട്ട ചില സംഘികൾ തീർച്ചയായിട്ടും പല പോസ്റ്റിന് താഴെയും വളരെ വൃത്തികെട്ട രീതിയിലുള്ള കമൻ്റ് എഴുതി അയക്കുന്നത് നമ്മൾ ഈ ഏതാനും ചില ദിവസങ്ങൾ കൊണ്ട് തന്നെ നമ്മൾ കണ്ടതാണ്. മീനാക്ഷി എന്ന് പറയുന്ന ചെറിയ ഒരു 18 വയസ്സ് പോലും തികയാത്ത ഒരു കുട്ടി ഒരു പോസ്റ്റ് വെച്ചിരുന്നു. ഇതിനുമുടെ വർഗീയതയുമായി ബന്ധപ്പെട്ട് അവരുടെ അഭിപ്രായം പറഞ്ഞിരുന്നു. അതിൻ്റെ താഴെയും കാക്ക കൊത്താതെ സൂക്ഷിക്കണമെന്ന BJPയുടെ വലിയ ഒരു ഉന്നതനായ ഒരു വ്യക്തി തന്നെ വന്ന് കമൻ്റ് അടിക്കുന്നത് നമ്മൾ കണ്ടതാണ്. എങ്ങോട്ടാണ് ഈ രാജ്യത്തിൻ്റെ പോക്ക് എന്ന് തീർച്ചയായിട്ടും നിങ്ങൾ വിലയിരുത്തേണ്ടതാണ്. ഇത്തരത്തിൽപ്പെട്ട ഒരു സാഹചര്യത്തിലൂടെ നമുക്ക് നമ്മുടെ കുട്ടികളെയും കൊണ്ട് വളരെ സുരക്ഷിതമായ ഒരു ജീവിതം മുന്നോട്ട് പോകാൻ വേണ്ടി സാധിക്കുകയില്ല. തീർച്ചയായിട്ടും അത്തരത്തിൽപ്പെട്ട ഈ വർഗീയ ചിന്തകളും അതുപോലെ തന്നെ ഈ വർഗീയ ധ്രുവീകരണവും കൊണ്ട് ആത്യന്തികമായിട്ട് മറ്റ് രാജ്യങ്ങളിൽ പണിയെടുക്കുന്ന ആൾക്കാർക്ക് അവരുടെ രാജ്യങ്ങളിലെ ജനങ്ങളോട് തീർച്ചയായിട്ടും ഒരു അസഹിഷ്ണുത രൂപപ്പെടുക മാത്രമേ ഇതുകൊണ്ട് ഉണ്ടാവുകയുള്ളൂ. നമുക്ക് ജോലി ചെയ്യുന്ന സ്ഥലത്ത് വളരെ സന്തോഷകരമായ സാഹചര്യമാണ് നിലനിൽക്കുന്നത്. മറ്റ് രാജ്യങ്ങളിൽ പോയി ജോലി ചെയ്യുന്ന ആൾക്കാരോട് നിങ്ങൾ ചോദിച്ചാൽ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. അവർ തീർച്ചയായിട്ടും ഹിന്ദു ആവട്ടെ മുസ്ലിം ആവട്ടെ ഏത് ജാതി ആയാലും ആ രാജ്യക്കാർ വളരെ സ്നേഹത്തോടെ വളരെ ആദരവോടെ തീർച്ചയായിട്ടും നമ്മെ കാണുന്നുള്ളൂ. നമ്മൾ തിരിച്ചും അവരുടെ സംസ്കാരത്തോടും അവരോടും നമ്മൾ ആ നന്ദി തീർച്ചയായിട്ടും കാണിക്കേണ്ടതാണ്. കാരണം നമ്മുടെ രാജ്യവും നമ്മുടെ സംസ്ഥാനവും നമ്മുടെ കുടുംബവും നമ്മളും തീർച്ചയായിട്ടും ചോറ് തിന്നു പോകുന്നത് അവരുടെ ഒരു നന്മ കൊണ്ടാണ് എന്നുള്ള വിചാരം തീർച്ചയായിട്ടും അത്തരക്കാർ കാത്തു സൂക്ഷിക്കേണ്ടതാണ്. കാരണം ഇന്ന് കേരളത്തിൻ്റെ 60% മുകളിൽ തീർച്ചയായിട്ടും വരുമാനം വരുന്നത് തീർച്ചയായിട്ടും പ്രവാസികളിൽ നിന്നാണ് എന്ന കാര്യം ആരും മറന്നു പോകാൻ വേണ്ടി പാടില്ല. കാരണം നമ്മൾ അവരെ അധിക്ഷേപിക്കുമ്പോൾ തീർച്ചയായിട്ടും അവരും ഇത്തരം സോഷ്യൽ മീഡിയകളും അതുപോലെ തന്നെ മറ്റ് ഉപകരണങ്ങളും എല്ലാം കാണുന്ന ആൾക്കാരാണ്. അവർക്കും ഇത്തരം വാർത്തകളെല്ലാം കാണാനും അത്തരം അസാരസ്യങ്ങൾ ഉണ്ടാവാനും സാധ്യതയുണ്ട്. അത് മറ്റൊരാൾക്ക് കിട്ടുന്ന ജോലിയെ തടസ്സപ്പെടുത്തുക എന്നല്ലാതെ ഇതുകൊണ്ട് ആത്യന്തികമായിട്ട് യാതൊരു ഗുണവും നമുക്കോ ഇത് പറയുന്ന ഇത്തരം സംഖ്യകൾക്കോ ഇല്ല എന്നുള്ളത് തന്നെയാണ് സത്യം. ഇത്തരം ആൾക്കാർ സമൂഹ മാധ്യമങ്ങളിൽ വന്ന് ഇങ്ങനെ കുരക്കുക എന്നല്ലാതെ അവർ അത് നിർത്താനൊന്നും പോകുന്നില്ല. കാരണം അതവരുടെ രക്തത്തിൽ അലിഞ്ഞുപോയ ഒരു കാര്യമാണ്. അവസാനമായിട്ട് ഇവർക്ക് വളരെ രസകരമായ രീതിയിൽ നമ്മുടെ അൻസാരി സൂരി ഉസ്താദ് ഒരു മറുപടി കൊടുക്കുന്നുണ്ട്. ആ മറുപടിയോടുകൂടി തീർച്ചയായിട്ടും ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക. ഇവിടെ ഈ വീഡിയോ കാണുന്ന സഹോദര സമുദായത്തിൽപ്പെട്ട ഓരോരുത്തരും മനസ്സിലാക്കണം, നമുക്കൊക്കെ വിശ്വാസമുണ്ടല്ലേ, നമ്മളൊക്കെ ഒരു മതവിശ്വാസത്തിന്റെ ഭാഗമാണല്ലോ. ഈ വീഡിയോയിൽ കാണുന്ന ഈ സഹോദരിയുടെ നെറ്റിത്തറത്തിലോട്ട് നോക്കിയേ, പൊട്ടുകുത്തിയിട്ടില്ലേ? ഈ അവരുടെ വിശ്വാസത്തിന്റെ ഭാഗമായിട്ടോ അതിന്റെ പ്രതിഫലനം എന്നോളം അവർ അടയാളപ്പെടുത്തിയിട്ടുള്ള ഈ പൊട്ട് പോലും ഈ അറബ് രാജ്യത്ത് കഷ്ടപ്പെട്ടുണ്ടാക്കിയ അവരുടെ ആ വിഹിതത്തിൽ നിന്ന് അവർ വാങ്ങിയിട്ടുള്ളതാണ്. ഈ പൊട്ട് പോലും കുത്തിയത് അവിടുത്തെ അറബികളുടെ കീഴിൽ ജോലി ചെയ്തതിന്റെ പേരിൽ ഉണ്ടാക്കിയിട്ടുള്ളതാണ്. ആ നാടിനോട് കൂറുള്ളത് കൊണ്ട് അവിടുത്തെ നാഷണൽ ഡേയുമായി ബന്ധപ്പെട്ട വസ്ത്രം ധരിക്കുമ്പം ആ പെൺകുട്ടിക്ക് എതിരെ കലാപാഹ്വാനോ അല്ലെങ്കിൽ ഇത്തരത്തിൽ കൊലവിളി നടത്തേണ്ട കാര്യം എന്താണ്? അതൊക്കെ അങ്ങ് പോകട്ടെ. ഈ പെൺകുട്ടി അപായിട്ടത് തെറ്റാണെങ്കിൽ, ഈ ആക്ഷേപങ്ങൾക്ക് ഇവർ അർഹതപ്പെട്ടവരാണെങ്കിൽ ഇവരെക്കാൾ മുമ്പ് ആക്ഷേപിക്കപ്പെടേണ്ടത് BJPയുടെ ദേശീയ തലത്തിൽ ഉന്നതമായ സ്ഥാനം കൈകാര്യം ചെയ്യുന്ന കൃഷ്ണകുമാറല്ലേ? കൃഷ്ണകുമാർ അറിയാത്തവരാരുമില്ലല്ലോ. അവരുടെ മകൾ അഹാന കൃഷ്ണകുമാർ അടക്കമുള്ള ആളുകൾ ദുബായിൽ പോവുകയും അവിടുത്തെ ഗ്രാൻഡ് മോസ്ക് സന്ദർശിക്കുകയും അപായ ധരിച്ചുകൊണ്ട് അവിടെ എല്ലാം വിഹരിക്കുന്ന ചിത്രം ഇപ്പോഴും സോഷ്യൽ മീഡിയയിലില്ലേ? എന്തേ അന്ന് കൊലവിളി നിങ്ങൾക്ക് തോന്നിയില്ല? എന്തേ അന്ന് ആക്ഷേപം തോന്നിയില്ല? അന്ന് അപ്പിക്കുപ്പായാണെന്ന് തോന്നിയില്ല? അതുകൊണ്ട് അടുത്ത ഉത്സവത്തിന് നിങ്ങൾ കാണത്തില്ല എന്ന് പറയില്ല? അപ്പം പെങ്ങളോട് ഞാൻ പറയാണ്, പെങ്ങൾ ഇതൊന്നും മതമല്ല, ഇതൊക്കെ രാഷ്ട്രീയമാണ്. മതം എന്താണെന്ന് പോലും ഈ കൂട്ടർക്ക് അറിയത്തില്ല. അതിന്റെ പേരിലാണ് ഇതൊക്കെ പറയുന്നത്. ഇതൊക്കെ ഒരു തരം ഒരു സമൂഹത്തോടുള്ള അന്ധമായ വിരോധവും എതിർപ്പും.
അപ്പോൾ എല്ലാവർക്കും കിട്ടി ബോധിച്ചു എന്ന് ഞാൻ മനസ്സിലാക്കിയാണ്. അൻസാർ സുഹൈരി ഉസ്താദ് പറഞ്ഞതിനപ്പുറത്തേക്ക് നമുക്കൊന്നും തന്നെ പറയാനില്ല. വീണ്ടും നല്ലൊരു വീഡിയോയുമായി വരുന്നതുവരെ നന്ദി, നമസ്കാരം, ബൈ.